ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുജ ആർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ, സെലിബ്രിറ്റി കോച്ച് ആൻഡ് എ ബിസിനസ് കോച്ച്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെ നമുക്ക് ആത്മവിശ്വാസത്തോടെ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാം എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ്. പേരന്റിങ് എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു സ്കില്ലാണ്. ആ ഒരു സ്കില്ല് സ്വായത്തമാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മികച്ച ഒരു പേരന്റായി മാറാനായിട്ട് കഴിയും. നമ്മൾ മക്കളെ എങ്ങനെയാണ് വളർത്തിയെടുക്കുന്നത് എന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. പല പേരൻസും അവർക്ക് അവരുടെ പേരൻസിൽ നിന്നോ പേരന്റൽ ഫിഗേഴ്സിൽ നിന്നോ എങ്ങനെയാണ് ഒരു പേരന്റിങ് ലഭിച്ചത് അത് തന്നെയാണ് അവര് മക്കൾക്ക് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഒരു നല്ല പേരന്റായി തീരണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കുഞ്ഞുങ്ങളെ അതിനനുസരിച്ച് നമ്മൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെ ഏറ്റവും മികച്ച നല്ല ആത്മവിശ്വാസമുള്ള എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളാക്കി നമുക്ക് അവരെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും. പലപ്പോഴും പേരൻസ് ആത്മവിശ്വാസം കെടുത്തുന്ന രീതിയിൽ കുഞ്ഞുങ്ങളോട് സംസാരിക്കാറുണ്ട്. നിന്നെയൊക്കെ കൊണ്ട് എന്തിനു കൊള്ളാം, നിനക്കൊന്നും ഒരു കഴിവില്ല, നീയൊക്കെ മണ്ടന, നീയൊക്കെ പൊട്ടന, കഴുത എന്നൊക്കെ കുഞ്ഞുങ്ങളെ വിളിക്കുന്നത് കേൾക്കാം. ഒരിക്കലും ഈ രീതിയിൽ കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുന്ന രീതിയിൽ ഒരിക്കലും നമ്മൾ കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ പാടില്ല. കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് നല്ല ചിന്തകൾ ഇട്ട് കൊടുക്കുക. നീ അടിപൊളിയാ, നീ സൂപ്പറാ, നിന്നെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും. അവൻ ചെയ്യുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെയും നമ്മളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് നോക്കി. നമ്മളിന്ന് ആ ഒരു അപ്രീസിയേഷൻ കിട്ടാൻ വേണ്ടി അവൻ പിന്നെയും പിന്നെയും നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. നമ്മളൊന്ന് ആലോചിക്കുക, നമ്മളും ആഗ്രഹിക്കാറില്ലേ അപ്രീസിയേഷൻ അല്ലെങ്കിൽ അഭിനന്ദനം? നമുക്ക് ഇഷ്ടമാണ് മറ്റുള്ളവർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങൾക്കും അവര് ആഗ്രഹിക്കുന്നത്. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ എന്നെ ഒന്ന് അംഗീകരിക്കണം, എന്നെ ഒന്ന് അഭിനന്ദിക്കണം. ആ ഒരു അഭിനന്ദനം കിട്ടി തുടങ്ങുമ്പോൾ അത് കിട്ടാൻ വേണ്ടി പുതിയ പുതിയ നല്ല കാര്യങ്ങൾ അവൻ ചെയ്യാനായിട്ട് തുടങ്ങും. പേരൻസ് അപ്രീസിയേഷൻ കൊടുക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നല്ല സ്നേഹം കൊടുത്തു തന്നെ വളർത്തണം. ചില പേരൻസ് പറയാറുണ്ട്, ഞാൻ സ്നേഹിക്കാറില്ല, ഒരുപാട് സ്നേഹിച്ചു കഴിഞ്ഞാൽ വഷളായി പോവും. അതൊക്കെ പഴയ കൺസെപ്റ്റാണ്. പണ്ടുള്ള കാരണവന്മാർ പറയും ഒത്തിരി സ്നേഹം കൊടുത്ത് വളർത്താൻ പാടില്ല, പിള്ളേർ പാഴിപ്പോകുന്നൊക്കെ. അങ്ങനെ ഒന്നുമില്ല. നമ്മൾ നല്ല സ്നേഹം കൊടുത്ത് തന്നെ വളർത്തണം. നമ്മൾ സ്നേഹം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ടീനേജ് പ്രായത്തിലൊക്കെ അവർക്ക് എവിടുന്ന് സ്നേഹം കിട്ടുന്നോ അവരുടെ മനസ്സ് അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ നമ്മൾ എപ്പോഴും നല്ല സ്നേഹം കൊടുത്ത് തന്നെ മക്കളെ വളർത്താനായിട്ട് എല്ലാ പേരൻസും ശ്രദ്ധിക്കുക. മക്കൾക്ക് നമ്മളോട് എല്ലാം തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണം. അവരത് തുറന്നു പറയുമ്പോൾ നമ്മൾ ക്ഷമയോടെ കേൾക്കണം. നല്ലൊരു ലിസണറായി മാറണം. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് നമ്മൾ ക്ഷമയോടെ കേട്ടിരുന്നതിന് ശേഷം അവർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ ഡീൽ ചെയ്യുവാണെങ്കിൽ ഒരിക്കലും കുഞ്ഞുങ്ങളിലെ ആത്മവിശ്വാസം നഷ്ടപ്പെടത്തില്ല. ചില പേരൻസ് ഉണ്ട്, എന്തെങ്കിലും ഒരു കാര്യം പറയുന്നതിന് മുമ്പ് വെട്ടൊന്ന് മുറി രണ്ടെന്ന് പോലെ കുഞ്ഞുങ്ങളോട് ദേഷ്യപ്പെടുകയും അവരെ അടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിന്നീട് അവർ നമ്മളോട് പല കാര്യങ്ങളും തുറന്നു പഠിക്കാനായിട്ട് തുറന്നു പറയാനായിട്ട് മടിക്കും. അപ്പോൾ നമ്മൾ നല്ലൊരു റിലേഷൻഷിപ്പ് മക്കളുമായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും. മക്കളെ ഒന്ന് കേൾക്കാൻ തയ്യാറാവണം. നമ്മൾ അവരെന്താണ് പറയുന്നത് എന്ന് കേൾക്കാനുള്ളൊരു ക്ഷമ എല്ലാ പേരൻസും കാണിക്കുക. അതുപോലെ തന്നെ നമ്മൾ പേരൻസ് നമ്മുടെ മക്കളുടെ ഒരു റോൾ മോഡലായി മാറണം. അവർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന വ്യക്തികളായിരിക്കണം അച്ഛനും അമ്മയും. നല്ല സ്നേഹം കൊടുത്ത് നല്ല ആത്മവിശ്വാസം കൊടുത്തു വേണം വളർത്താനായിട്ട്. കുഞ്ഞിനോട് പറയാം, നീ മിടുക്കനാവും, ഉറപ്പാണ്, നീ വലിയ നിലയിലെത്തുന്നു, എനിക്ക് ഉറപ്പുണ്ട്. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് വേണം കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട്. അപ്പോൾ നീ ഞങ്ങളുടെ ഭാഗ്യമാണ്, നീ വിചാരിച്ച എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും, നീ അത്രയും പവർഫുൾ ആണെന്നൊക്കെ പറയും. ഇപ്പോൾ ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡിനെ പറ്റി ആലോചിക്കുമ്പോൾ എൻ്റെ പേരൻസ് സ്ഥിരം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, എന്റെ തല കണ്ട അന്ന് മുതൽ ഞങ്ങൾക്ക് കഷ്ടകാലമാണ്. ഇത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് കേട്ട് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് കയറി പോയിട്ടുണ്ടായിരിക്കണം. ഞാൻ എപ്പോഴും ചിന്തിക്കുമായിരുന്നു ഞാൻ എൻ്റെ പേരൻസിന് ഒരു ശാപമാണ് എന്നൊക്കെ. അപ്പോൾ ആ ഒരു പ്രായത്തിൽ നമുക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ. അപ്പോൾ പേരൻസ് വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങൾ അങ്ങനെ അറിയാതെ എപ്പോഴെങ്കിലും ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി ഏറ്റവും നല്ല കാര്യങ്ങൾ വേണം നമ്മൾ കുഞ്ഞുങ്ങളോട് പറയാനായിട്ട്. കുഞ്ഞുങ്ങൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ അവരെ ശകാരിക്കാതെ അടിക്കാതെ ദേഷ്യപ്പെടുന്നതിന് പകരം സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് നിർത്തി അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കൂടുതൽ മികച്ച കുഞ്ഞുങ്ങളായി മാറും. ചില പേരൻസ് ഭയങ്കര സ്ട്രിക്റ്റ് പേരൻസ് ആണ്. അങ്ങനെ സ്ട്രിക്റ്റ് പേരൻസ് ആകുമ്പോൾ കുഞ്ഞുങ്ങൾ നമ്മളോട് തുറന്നൊന്ന് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാനും അതുപോലെ പലതും പങ്കിടാനും ഒക്കെ മടിക്കും. അപ്പോൾ നമ്മൾ സ്ട്രിക്ട്നെസ് ഒക്കെ കുറച്ചിട്ട് കുറച്ചുകൂടെ നല്ല ലവിങ് പേരൻസ് ആയി മാറുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. കുഞ്ഞുങ്ങളെ ചെറിയ ചെറിയ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഏൽപ്പിക്കുക. ഒരിക്കലും അവരെ ഇങ്ങനെ അമൂൽ ബേബീസ് ആയിട്ട് വളർത്തിയെടുക്കരുത്.
ചെയ്യരുത്. ചിലരുണ്ട് ഒന്നും ചെയ്യിക്കില്ല, കാറ്റും കൊള്ളിക്കില്ല, മഴയും കൊള്ളിക്കില്ല, വെയിലും കൊള്ളിക്കില്ല, കുഞ്ഞുങ്ങളെ എല്ലാം ഇങ്ങനെ ചെയ്തു കൊടുത്ത് അങ്ങനെ ആക്കരുത്. അവരെ ഒന്ന് അടുത്ത കടയിലൊക്കെ ഒന്ന് പറഞ്ഞു വിടുക. പിന്നെ അവർ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ കറക്റ്റായിട്ട് ബാലൻസ് ഒക്കെ കൊണ്ടുവന്നു ചെക്ക് ചെയ്യുക. അവര് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവരെ പ്രോത്സാഹിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ കൂടുതൽ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ പേരൻസ് തമ്മിൽ എപ്പോഴും നല്ലൊരു സ്നേഹബന്ധം ഉണ്ടായിരിക്കണം. മക്കള് ഇത് കണ്ടാണ് വളരുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും അവർക്കൊരു റോൾ മോഡലായി തീരണം. റോൾ മോഡലായി തീരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ദുൽഖർ സൽമാൻ പറയുന്നത് കേട്ടില്ലേ, എൻ്റെ വാപ്പച്ചി എൻ്റെ ഉമ്മയെ വളരെ കെയർ ചെയ്താണ് കൊണ്ടു നടക്കുന്നത്, അത്ര സ്നേഹത്തിലാണ് കൊണ്ടു നടക്കുന്നത്, ഞാനും അതുപോലെ തന്നെയാണ് എൻ്റെ വൈഫിനെ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ വാപ്പയാണ് ആ ഒരു റോൾ മോഡൽ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വീട്ടിൽ നല്ല റിലേഷൻഷിപ്പിലേക്ക് എത്തുമ്പോൾ അത് കണ്ട് വളരുന്ന മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു നല്ല മെസ്സേജാണ്. എല്ലാവർക്കും കുഞ്ഞുങ്ങളെ വളരെയധികം ആത്മവിശ്വാസത്തോടെ വളർത്തിയെടുക്കാൻ കഴിയട്ടെ എന്ന് ടീച്ചർ ആശംസിക്കുകയാണ്. അപ്പോൾ കിഡ്സ് സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ടീനേജേഴ്സിനും ടീച്ചർ ക്ലാസ് നടത്തുന്നുണ്ട്. എല്ലാ മാസവും കുഞ്ഞുങ്ങൾക്കുള്ള ക്ലാസ് ഉണ്ട്. കുഞ്ഞുങ്ങളെ പാഠ്യവിഷയങ്ങൾ അവർക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. പാഠ്യേതര വിഷയങ്ങൾ അവരെ പറഞ്ഞു കൊടുക്കാനും നല്ല ശീലങ്ങൾ പഠിപ്പിക്കാനും ലൈഫിൽ അവർ അറിഞ്ഞിരിക്കേണ്ട സ്കിൽസ് പഠിപ്പിക്കാനും അവർക്ക് ഗുഡ് ഹാബിറ്റ്സ് പഠിപ്പിക്കാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, ടോപ്പേഴ്സിന്റെ സ്റ്റഡി സീക്രട്സ്, അവർ ക്ലാസ്സിൽ ഫുൾ മാർക്ക് വാങ്ങാനായിട്ട് അവരെ പ്രാപ്തരാക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അടുത്ത മെയ് മാസത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തത് മെയ് 13-ാം തീയതിയാണ്. കിഡ്സിന്റെ സമയം വരുന്നത്, കിഡ്സ് എന്ന് പറയുമ്പോൾ 8 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കിഡ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. 13 മുതൽ 20 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ടീനേജ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. കിഡ്സിന്റെ സമയം വരുന്നത് വൈകുന്നേരം 6:30 മുതൽ 7 മണി വരെയാണ്. ടീനേജേഴ്സിന് സമയം വരുന്നത് 8 മണി മുതൽ 8:30 വരെയാണ് രാത്രി. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ക്ലാസ് കൊടുക്കണം എന്നാണ് എനിക്ക് എല്ലാ പേരൻസിനോടും പറയാനുള്ളത്. കാരണം ഞാൻ സ്റ്റുഡൻസ് കോച്ചിങ്ങിൽ ഇന്റർനാഷണലി സർട്ടിഫൈഡ് ട്രെയിനറാണ്. കുഞ്ഞുങ്ങൾക്ക് ഓരോ പ്രായത്തിലുമുള്ള കുഞ്ഞുങ്ങൾക്കും അവർ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ടീച്ചർ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ ഡെയിലി മെഡിറ്റേഷനും പ്രാക്ടീസും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ലൈഫിൽ അത്രത്തോളം മാറ്റം വരും. നിങ്ങൾ എല്ലാ പേരൻസും തീർച്ചയായും കുഞ്ഞുങ്ങൾക്ക് ഈ ക്ലാസ് കൊടുക്കണമെന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വളരെ ചെറിയൊരു ഫീസിനാണ് ഈ ക്ലാസ് ടീച്ചർ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ ഫീസിന് ഇത്രയും റിച്ച് കണ്ടന്റും അവർക്ക് ഏറ്റവും നല്ല റിസൾട്ടാണ്. ഒരു പേരൻസ് പറയാറുണ്ട് സൈക്കാട്രി ഡോക്ടറെ കാണിക്കേണ്ട കേസായിരുന്നു ടീച്ചർ, പക്ഷേ ടീച്ചറിൻ്റെ അടുത്ത് ക്ലാസ്സിൽ വന്ന് പങ്കെടുത്തു. ആ കുഞ്ഞ് കംപ്ലീറ്റ് മാറിയെന്ന്, എത്ര ശാന്ത സ്വഭാവമാണെന്ന് അറിയാമോ. അതുപോലെ തന്നെ പേരൻസ് മീറ്റിങ്ങിൽ വരുമ്പോഴും പേരൻസിനെല്ലാം ഒന്നടങ്കം പറയാനുള്ളത് കുഞ്ഞുങ്ങളിൽ ഉണ്ടായിട്ടുള്ള അത്രയും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ്. പേരൻസിന്റെ കൺമുന്നിൽ തന്നെ കാണുകയാണ് ക്ലാസ്സിൽ ചേർന്നതിന് ശേഷമുള്ള കുഞ്ഞുങ്ങളുടെ മാറ്റം. ഓൾറെഡി ഒരുപാട് സക്സസ് സ്റ്റോറീസ് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ടീച്ചറിന്റെ പേഴ്സണൽ സെക്രട്ടറി കോൺടാക്ട് ചെയ്യുക 9526549978 എന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. താങ്ക് യു സോ മച്ച്. ലവ് യു ആൾ. ബ്ലെസ്സിങ്സ്.